ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മനു ആൻഡ് ട്രിപ്പിൾ തങ്കു. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മളൊരു ഫ്രീ ഡൈവ് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ഈ ലാൻഡ് മറ്റൊരു സൈഡിലേക്ക് പോകാൻ വേണ്ടിട്ടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ള രണ്ടുപേര് അമൽ ഫ്രം എവിടെടാ? പാലക്കാട്. എവിടാ പറയണ അമ്മാനെ? അബി കൊല്ലം. സൈഡ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൈഡ്. പക്ഷെ ആ സൈഡിൽ എന്താ വെച്ചാൽ വിസിബിലിറ്റി ഭയങ്കര കുറവ്. എന്താന്നറിയില്ല, ജെട്ടിന്റെ ഉള്ളിൽ വെള്ളം അത്ര ക്ലിയർ അല്ല. അതുപോലെ സോറല്ലേ? ഓക്കെ തങ്കുമാമ അതെ, ഇന്ന് ഞാനും തങ്കും തമ്മിലൊരു മത്സരമുണ്ട്. ഏറ്റവും കൂടുതൽ ഡെപ്ത് ആര് പോകുന്നുള്ളത്. അതിനടുത്ത് ഇതിന് ഞങ്ങൾ ഡൈ കമ്പ്യൂട്ടർ, അതായത് നമ്മൾ എത്ര ഡെപ്ത് പോകുന്നുണ്ടോ അത് കാണിക്കും. ടൈം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഇത് കാണിക്കുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെപ്ത് പോകുന്ന ആരാന്ന് നോക്കാനുള്ള ഒരു ചലഞ്ചാണ്. ഒന്ന് പോയി നോക്കട്ടെ. തങ്കു കുറെ ആയി വെല്ലുവിളി വിളിക്കുന്നു ഇല്ലേ തങ്കു? എന്നെ ശരിയാക്കുന്നുണ്ട്. അപ്പൊ ശരി, ഞാനും എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇടട്ടെ. തങ്കു റെഡിയല്ലേ? പവറല്ലേ? പറഞ്ഞായിരിക്കും. ഓക്കെ, സന്ദീപ് ഇറങ്ങി. കോമ്പറ്റീഷൻ തുടങ്ങാൻ പോകുമ്പോഴത്തേനും അടുത്ത ചലഞ്ചുമായിട്ട് പുതിയൊരാൾ വന്നിട്ടുണ്ട്. ആദി ഉറപ്പല്ലേ? ഓക്കെ, എത്ര അറ്റംപ്റ്റ് എടുക്കാം? മൂന്നെണ്ണത്തിൽ ഏറ്റവും ഹൈ ആണ്. 3 പ്രാവശ്യം 3 ചാൻസ് തരും. ഓക്കെ, 3 ചാൻസിൽ ഏറ്റവും കൂടുതൽ ഹൈ പോകുന്ന അവർക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മള് 3 ചാൻസ് ട്രൈ ചെയ്യും. 3 പ്രാവശ്യത്തില്. സന്ദീപേ 3 പ്രാവശ്യത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡെപ്ത് പോകുന്നത് അയാള് ഫസ്റ്റ് അടിച്ചു. എത്ര പോയി? തങ്കു ഡോൾഫിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ ഫോട്ടോ കിട്ടിയില്ല, ഡോൾഫിൻ വേറെ പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോൾഫിൻ വന്നു. അമൽ ഇവിടെ മാൽദീവ്സിൽ വന്നിട്ട് അവൻ്റെ 2ാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾ ഈ സ്നോർക്കലിന് കൂട്ടിയിട്ട് പോയത്. അവൻ നേരെ ഡീപ്പ് പോകാൻ തുടങ്ങലും അവൻ്റെ നേരെ മുമ്പിൽ വന്നത് ഷാർക്ക്. ആളാദ്യം ഒന്ന് പതറിപ്പോയി, പിന്നെ അവൻ തിരിച്ചു കയറുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല, നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നുള്ള രീതിയിൽ തങ്കു. ആദ്യത്തെ ഡീപ്പ് പോകാൻ തുടങ്ങി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ താഴോട്ട് പോവുകയും ചെയ്തു. ഞാൻ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോൾഫിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സങ്കടത്തിൽ നിന്ന് തങ്കു പെട്ടെന്ന് ക്യാമറ കൊണ്ടാന്ന് പറഞ്ഞ് ദേഹത്ത് വിട്ടു. അപ്പോൾ അവൻ എന്തായാലും ക്യാമറ കൊടുത്തു വിട്ടു. അവൻ കളക്ട് ചെയ്തിട്ട് വന്ന് വിഷ്വലൊന്നും നിങ്ങളൊന്ന് കണ്ടുപോയി.
തങ്ങുമാമനെ നോക്കൂ. കൊള്ളടാ കഴിഞ്ഞു ഗൈസ്. ഐ ആം ദ വിന്നർ. 12.4 മീറ്റർ പോയിട്ട് ഞാൻ വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ സന്ദീപ് അല്ല, നമ്മുടെ മനു, വേറൊരാള് നമ്മളൊപ്പം പങ്കെടുത്തു, ആദിൽ. അവനും ഞാനും 9 സംതിങ് 12 മീറ്റർ തങ്കം അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ മനുവിന്റെ ചെലവ് നമുക്ക് അടുത്ത മനുവിന്റെ ചെലവിലോട്ട് കിടക്കാം. അതിനിടയ്ക്ക് നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തെരണ്ടീനെ കണ്ട അതേ സ്ഥലത്ത് നിന്ന് തന്നെ വേറെ ഷാർക്ക് അതേ സ്പോട്ടിൽ ഷാർക്കിനെ കണ്ടു. എനിക്ക് എന്റെ ബലമായ സംശയം എന്താണ്, ആ ഷാർക്കിന് മലയാളം അറിയാം. അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കൊടുക്കും. അതെ, അല്ല നമ്മള് അവിടുന്ന് ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ 24K പ്ലേ പോവുകയും പിന്നെ 1500 സംതിങ് ലൈക്സ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫേമസ് ആവാൻ വേണ്ടി ഷാർക്കിന് മലയാളം അറിയാം. അത് പറഞ്ഞിട്ട് അതേ സ്പോട്ടിലാണ് ആ ഷാർക്ക് വന്നത്. ഞങ്ങളുടെ മുമ്പിൽ തന്നെ കറക്റ്റ് ഞങ്ങളുടെ ക്യാമറ ഉള്ളപ്പോ ആ സാധനം ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടു. ഞങ്ങൾ രാവിലെ ചൂണ്ടയിട്ടതിന്റെ ഒരു ചൂണ്ട ഇവിടെ കുറച്ച് ചൂണ്ട കുടുങ്ങിയതും പിന്നെ നമ്മുടെ ഒരു ചൂണ്ട അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുക്കാനൊക്കെ സെർച്ച് ആൻഡ് റിക്കവറി ചെയ്തു. പിന്നെ ഞങ്ങള് കുറച്ച് ഇതുണ്ടായിരുന്നു റിക്കവറി, അതായത് കോറൽസിൽ കുടുങ്ങിയിരിക്കുന്ന കുറെ ചൂണ്ടനെല്ലാം ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റാത്ത വേറെ ഒന്നല്ല, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും. ഇപ്പോഴുള്ള നമ്മുടെ വെള്ളത്തിന്റെ കളർ ഉണ്ടോ, വെള്ളത്തിന്റെ ബോട്ടാണത്. ഫുള്ള് കളർ മാറിയിട്ട് ഫുള്ള് ചെളിവിളി ആയിട്ടിരിക്കുന്നതാണ്. അതൊന്നും മാറണം. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞങ്ങള് കഷ്ടപ്പെട്ട് ചൂണ്ട തപ്പിയെടുത്തു ഗൈസ്. അതെ, അപ്പോ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. കൂടുതൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഭയങ്കര വെയിലാണ് കേട്ടോ.